ഇനി ഇരുവരുടെയും സോഷ്യൽ മീഡിയയിലെ സ്വാധീനം കൂടെ നമുക്ക് നോക്കാം. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പിണറായി വിജയന്റെ പേജുകളിൽ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഔദ്യോഗിക രീതിയാണ് പിന്തുടരുന്നത്. VD സതീശന്റെ പേജുകളാകട്ടെ സഭാപ്രസംഗങ്ങളുടെ ചെറിയ ക്ലിപ്പുകൾ വഴി ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ പിണറായി വിജയൻ തന്റെ ഭരണ നേട്ടങ്ങളും പാർട്ടി കരുത്തും വെച്ച് 2026 പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ VD സതീശൻ സർക്കാരിന്റെ വീഴ്ചകളും തന്റെ പാർലമെന്ററി മികവും ആയുധമാക്കിയാണ് നീങ്ങുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 നടക്കാനിരിക്കുകയാണ്. വിവിധ സർവേകളും രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് ഇത്തവണ ഒരു കടുത്ത പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് എന്നാണ്. കേരളം കണ്ട ഏറ്റവും വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒന്നായിരിക്കും ഇവരുടേത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും 2026 കേരളം ഭരിക്കുക? പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDFന് ചരിത്രപരമായ 3ാം ഊഴം നേടാനാകുമോ? അതോ VD സതീശന്റെ നേതൃത്വത്തിൽ UDFന് അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമോ? നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.